ഈ ഒരു ചില്ലി സ്ക്വിഡ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സ്ക്വിഡ് കഴിച്ചിട്ടില്ലാത്തവരെല്ലാം ഒരു തവണ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചില്ലി സ്ക്വിഡ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത 250 ഗ്രാം സ്ക്വിഡ് ആണ്. ഇതിന് കണവ, കൂന്തൽ അങ്ങനെ പല പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് വൈറ്റ് പെപ്പർ പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതാക്കി മുറിച്ചെടുത്തതും ഒരു വലിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട, കുറച്ചൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതങ്ങ് കോരി മാറ്റാം. നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ് ആണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആദ്യം റെഡ് ചില്ലി സോസ് ഒഴിച്ചപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിന് പകരം 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ സ്ക്വിഡ് ഞാൻ വേവിച്ചത് കുക്കറിലിട്ടാണ്. കുക്കറിൽ ഒരു ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്തതാണ്. കാരണം സ്ക്വിഡ് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. അങ്ങനെ വേവിച്ചിട്ട് നമ്മൾ എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. അതല്ലെങ്കിൽ അത് റബ്ബർ പോലെ ഇരിക്കും. ഒരു 2 പച്ചമുളക് നടുവേ ഒന്ന് പൊളന്നതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്ക്വിഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അല്പം കൂട്ടി വെക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കോൺഫ്ലവർ ഒന്ന് വെന്ത് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി വരണം. അപ്പൊ ഒരു പാടുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ സ്ക്വിഡ് ഇതുപോലെ നമ്മൾ നേരത്തെ വേവിച്ചൊക്കെ വെക്കുവാണെങ്കിൽ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ചൂടോട് കൂടി തന്നെ ഇതൊന്ന് ഉണ്ടാക്കാം. നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് വെന്ത് കറി പാകത്തിന് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അത് നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.